ചേട്ടാ, നിലമ്പൂര് അതെ പ്രിയങ്ക ഗാന്ധി കളത്തിലിറങ്ങുമെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണത്? അത് ഇറങ്ങിയത് കൊണ്ട് ഗുണമുണ്ടാകുമോ? അതായത് ഈ പറയുന്ന ഒരു ചെറിയ നിയോജക മണ്ഡലത്തിലെ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധി വരും എന്നൊക്കെ കോൺഗ്രസിന്റെ ഒരു ആഗ്രഹമാണോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാര്യം വെറും ഒരു 10 മാസത്തേക്കുള്ളൊരു MLA, പിന്നെ പ്രിയങ്ക ഗാന്ധി വരും എന്നൊക്കെയുള്ളൊരു ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നാലും വയനാട് ലോകസഭയിൽ അവർ പോവേണ്ടത് അവിടുത്തെ ആൾക്കാരുടെ ആവശ്യം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇവർക്ക് അകമഴിഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ രാഷ്ട്രീയമുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നാലും ഇല്ലെങ്കിലും ഇവിടെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഒന്ന്, അൻവർ ഉയർത്തിയ രാഷ്ട്രീയം; 2, ഭരണവിരുദ്ധ വികാരത്തിന്റെ രാഷ്ട്രീയം; 3, പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ സ്വേച്ഛാധിപതിയുടെ രാഷ്ട്രീയത്തിന്മേലുള്ള ആൾക്കാരുടെ തിരിഞ്ഞുള്ള ഒരു അവർക്ക് തിരിച്ചെന്താണ് പറയാനുള്ളത് അതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പ്രിയങ്ക വരും എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു ചെറിയ ഓളം ഉണ്ടാക്കാൻ കഴിയും. ആൾക്കൂട്ടം ഉണ്ടാകും. ആൾക്കൂട്ടം ഒരിക്കലും ആൾക്കൂട്ടം ഒരിക്കലും ഒരു വോട്ടാകില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇത് കോൺഗ്രസിന്റെ കാര്യം. പ്രിയങ്ക വരുന്നെങ്കിൽ വരട്ടെ, പ്രിയങ്ക വന്നിട്ട് ഇവർക്ക് വേണ്ടി, ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കട്ടെ, ആൾക്കൂട്ടം ഉണ്ടാകട്ടെ, സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്ന് അവർ ശുഭാപ്തി വിശ്വാസത്തിൽ ഇരുന്നോട്ടെ. നേരെ മറിച്ച് ഇവിടെ CPM-ന് M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം M സ്വരാജിനേക്കാളും ഇപ്പൊ തേളയിടി പിണറായി വിജയനാണ്. തേളയിടി എന്ന് പറഞ്ഞാൽ അങ്കലാപ്പ് കൂടുതൽ പിണറായി വിജയനാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ രാജാവായി പാർട്ടിക്കാരുടെ മുമ്പിൽ തന്നെ അഹങ്കരിച്ച് നടന്നൊരു നേതാവാണ്. കാര്യം CPM-ന് എപ്പോഴും പാർട്ടിയുടെ ഒരു കൂച്ചുവിലങ്ങ് ഏത് നേതാവിന്റെ മേലും ഉണ്ടാകും. CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ്. നീ പാർട്ടിക്ക് മേൽ ഒരിക്കലും വലുതല്ല. ഇപ്പൊ പ്രജിത പാർട്ടിയിലുള്ള ഒരാളെന്ന് വെക്കുക, നിങ്ങൾക്കൊരു സ്ഥാനമാനം തന്നിരിക്കട്ടെ, നിങ്ങൾ പാർട്ടിയേക്കാളും ഒരിക്കലും അതീതയല്ല. നിങ്ങളെ പാർട്ടി എപ്പോഴും അങ്ങനെ പിടിച്ചേക്കും. അങ്ങനെ പാർട്ടിയേക്കാളും വളരാൻ ശ്രമിച്ചവരാണ് MV രാഘവനും ഈ പറയുന്ന KR ഗൗരിയും ഒക്കെ, PS-ഉം. അങ്ങനെ വന്നപ്പോൾ കൂട്ടിടങ്ങ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോ പിണറായിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിണറായി എത്രത്തോളം പാർട്ടിയേക്കാൾ അതീതനായി എന്നുള്ളത് എല്ലാവരെക്കാളും ബോധവാനാണ് പിണറായി തന്നെ, സ്വയം ബോധവാനാണ്. അങ്ങനെ വരുമ്പോൾ ഈ മത്സരത്തിൽ സ്വരാജിന് നിർത്താൻ പറഞ്ഞത് പിണറായി ആയതുകൊണ്ട് തന്നെ പിണറായിക്ക് സ്വരാജ് ജയിക്കേണ്ടത് തന്റെ ആവശ്യം കൂടെയാണ്. അപ്പോൾ പിണറായി നിലമ്പൂർ എത്തുമെന്നാണോ? നിലമ്പൂർ വീണ്ടും അദ്ദേഹം വരും. അദ്ദേഹം വീടാന്തര വോട്ട് ജയിക്കാൻ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഇറങ്ങുക എന്ന് അദ്ദേഹം കാണും. അദ്ദേഹത്തിന് 50 പോലീസ് കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇന്നും പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായം ഊരി വെച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴൊരു പാർട്ടി അദ്ദേഹം ഇരുന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ചോദിക്കും സഹാക്കളെടുത്ത്, അതെ ഇന്ന ബ്രാഞ്ചിലെ ആ ബ്രാഞ്ച് സെക്രട്ടറി വിളി, ഇങ്ങനെ ചെല്ലും, ലിസ്റ്റ് എടുക്കാൻ പറയും. ഇതാണ് വർക്കിന്റെ രീതി. ഇങ്ങനെയാണ്. ചെല്ലും, ബൂത്ത് ചെല്ലും, ഇവിടുത്തെ ഏരിയ കമ്മിറ്റികളൊക്കെ ഏരിയ കമ്മിറ്റി സെക്രട്ടറികളൊക്കെ ആദ്യം ജില്ലാ കമ്മിറ്റി വിളിക്കും, മലപ്പുറം ജില്ലാ കമ്മിറ്റി വിളിക്കും, നിലമ്പൂർ താനടെ ഇരിയുടെ, എന്നിട്ട് ചോദിക്കും എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പം പിണറായി ഇപ്പോൾ ഒരാൾ വിളിക്കുക, ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ കമ്മിറ്റി പോയിരിക്കുന്നവനും പിണറായി വിളിച്ച് ഞാൻ പോയിട്ട് വരട്ടെ സഹാക്കളടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവേണ്ട. ചെന്നിരിക്കുമ്പോൾ ഇവൻ ഇരിക്കുന്നത് മാത്രമല്ല ഉത്തരം കൊടുക്കേണ്ടി വരും. അവിടെ എത്ര വീടുണ്ട്, അവിടെ എത്ര സ്ത്രീകളുണ്ട്, അവിടെ എത്ര നമ്മളെ വോട്ടുണ്ട്, എത്ര വോട്ട് ചാഞ്ചാടി നിൽക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കണക്കുകൾ വ്യക്തമായി എടുത്ത് അരിച്ച് ഫിൽട്ടർ ചെയ്താണ് പിണറായി നോക്കുന്നത്. അല്ലാതെ വെറുതെ പ്രിയങ്കയെ പോലെ കൊണ്ട് കൈ കാണിച്ച് ടാറ്റ കാണിച്ച് ആൾക്കാർ നോക്കി ചിരിച്ച് കൈ കയറി പിടിച്ച് പോയിട്ടൊന്നും ഒരു ചുക്കും നടക്കൂല, ഒരു ചുണ്ണാമ്പും നടക്കൂല. അതാണ് പിണറായിയുടെ വർക്ക് എന്ന് പറയുന്നത്. പിണറായി ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ആ പഴയ പാർട്ടിക്കാരൻ്റെ എല്ലാ രീതിയോടെയും എല്ലാ ലിസ്റ്റും വാങ്ങി വെച്ച് നമ്മൾ പച്ചമലയാളത്തിൽ പച്ചലയും കത്തിരിയും പോലെ ഇന്ന വീട്ടിൽ ഗംഗാധരൻ, ഭാര്യ ലീല, മകൾ പിന്നെ പുഷ്പ, പിന്നെ മീനു, രേവതി എന്നൊക്കെ പറഞ്ഞ് പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം എത്ര വയസ്സ്, വോട്ട് കഴിഞ്ഞ തവണ ആർക്ക് പോയെന്ന് പറയും. അതാണ് CPM-ന്റെ ഒരു സംഘടനാ രീതി എന്ന് പറയുന്നത്. അതാ. അപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഒന്നുകൂടെ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് സംസാരിക്കേണ്ടി വരും. പിണറായി വിജയൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിനോട് ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു. ഒന്ന്, ഗണേശന്റെ ഫ്ലെക്സ് കണ്ട് അദ്ദേഹം ഇറിറ്റേറ്റഡ് ആയി. 2, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ കേരളത്തിൽ ഒരു വനം മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിലമ്പൂർ കാടുകളിൽ തടിവെട്ടൽ കൂട്ടുനിന്ന ഒരു പ്രമുഖനായ ആളാണ് ഈ PV അൻവർ. അപ്പൊ അദ്ദേഹത്തിന് സുധാകരൻ എന്ന് പറയാൻ പോലും മുട്ടിടിയാണെന്നാണ് തോന്നുന്നത്. സുധാകരനാണെങ്കിൽ ആ മുട്ടിടി ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പൊ K.സുധാകരൻ എന്ന വനം മന്ത്രിക്ക് പിന്നെ നിലമ്പൂർ കാടുകളിൽ തടി വെട്ടിക്കൊടുത്ത എന്റെ സ്നേഹമാണ് K.സുധാകരന് അൻവറിനോടുള്ളത് പറയാതെ പറഞ്ഞു വെക്കുക. അപ്പോൾ നമുക്ക് സമൂഹത്തിന് തിരിച്ച് ചോദിക്കാനുള്ളൊരു ചോദ്യം,
നിലമ്പൂർ കാടുകളിൽ അദ്ദേഹം വനമന്ത്രിയായെന്ന് എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട്, ഈ സുധാകരനെ. അപ്പോൾ സുധാകരൻ വനമന്ത്രിയായിരുന്ന സന്ദർഭത്തിന് ശേഷം PV അൻവർ പിന്നെ ആരുടെ കൂട്ടുകാരനായി? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവശ്യവും നിലമ്പൂർ കാടിൽ നിന്ന് തടി വെട്ടുകയായിരുന്നു. പറയാൻ പറ്റില്ല, അത് പറയില്ലല്ലോ. അപ്പൊ അങ്ങനെ കളങ്കിത വ്യക്തിത്വമുള്ള ആൾക്കാരെയൊക്കെ ഇദ്ദേഹം വീണ്ടും കൂടെ കൂട്ടുന്നത് ഇതേപോലെ കുറ്റം പറയാനാണ്. അല്ല, PV അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാതെ ആയിരിക്കില്ല എന്നുള്ളത് രാഷ്ട്രീയ ഇത് സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ്. പറഞ്ഞോളൂ. ഇല്ല, ഞാൻ പറഞ്ഞത് അതാണ്, അദ്ദേഹത്തിനെ വെറുതെ ആയിരിക്കില്ല കൂട്ടിയിരിക്കുന്നത്. ഈ സുധാകരനുമായി ചേർന്നുകൊണ്ട് അങ്ങനെ നിലമ്പൂരിലെ കാട്ടിലെ തടി വെട്ടിയിട്ടുണ്ട്, അതിന് PV അൻവർ ഒത്താശ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അൻവറിനെ കൊണ്ട് തനിക്കും ഗുണമുണ്ടാകും. ആ ഗുണമുണ്ടാകുന്നത് കൊണ്ട് മാത്രം നമ്മൾ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് കളങ്കിത വ്യക്തിത്വങ്ങളുടെ കാര്യം. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും അത്തരത്തിലുള്ളവരാണ്. അപ്പൊ അല്ലാത്ത ഒരാളെ എനിക്ക് നന്നാവണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ നിർത്തില്ലല്ലോ. അങ്ങനെ ആരും വിചാരിക്കുന്നില്ല. ഈ നാട്ടിലെ ഒരു ചെറിയ കുട്ടി പോലും വിചാരിക്കില്ല. അതെ, ഏതായാലും പിണറായി വിജയൻ ഇത് പറയുമ്പോൾ സ്വയം ആ അടി കൊടുത്ത് അദ്ദേഹം അടി വാങ്ങിക്കുകയായിരുന്നു. അദ്ദേഹം ഇലക്ഷൻ അവിടെ വന്നിട്ട് സംസാരിച്ച് പറഞ്ഞു, പണ്ടിവിടെ ഒരു വനം മന്ത്രി ഉണ്ടായിരുന്നു, വനം മന്ത്രിക്ക് കാട്ടിലെ തടി വെട്ടിക്കൊടുത്ത ആളായിരുന്നു PV അൻവർ. അപ്പൊ ആരോ സഖാക്കൾ അവിടെ നൈസാ ചോദിച്ചു, ആരാണ് ഈ വനം മന്ത്രി, ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് പറയില്ല, അങ്ങനെയാണെങ്കിൽ ഊരിപ്പിടിച്ച വാളിന്റെ ബാക്കി പത്രമായിട്ടുള്ള മറുപടി കിട്ടും. അതെ, ഏതായാലും ഈ പറയുന്ന രീതിയിൽ PV അൻവറിനെ തേജോവധം ചെയ്യത്തക്ക രീതിയിലൊക്കെ അദ്ദേഹം അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഈ അൻവർ കാരണമാണ് ഇലക്ഷൻ ഉണ്ടായത്, ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ അവിടെ ചെലവാക്കേണ്ടി വന്ന. അൻവർ ഒരു സുപ്രഭാതത്തിൽ രാജിവെച്ചതൊന്നുമല്ല. അൻവർ ഇത് പറയുന്ന പിണറായി വിജയനെ കാണണം, കണ്ട് എനിക്ക് പറയാനുള്ളത് പറയണം, കേൾക്കണം അങ്ങ് എന്ന് പറയാൻ പോകുമ്പോൾ ഈ പറയുന്ന കളങ്കിത വ്യക്തിത്വം എന്ന് പറയുന്ന, അതായത് ഈ പണ്ട് ഒരു ഇത് പറയും, ഈ കടന്തൽ കൂട്ടം, കടന്തൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തേനീച്ചയെ നമ്മൾ വളർത്തും. ഇത് ഒരു പ്രമുഖനായ വ്യക്തി പറഞ്ഞൊരു ഉദാഹരണമാണ്. അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഈ തേനീച്ച കൂട്ടത്തിൽ തേനീച്ചയ്ക്ക് രാജാവും ഉണ്ടാവും. അതായത് ഇവർ തേനീച്ച കൂട്ടം അല്ലെങ്കിൽ കടന്തൽ കൂട്ടമാണ്. ഈ തേനീച്ച കർഷകനെ ഇതിൽ രാജാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കൊത്തും. കാര്യം ഇവരെ സംരക്ഷിക്കുന്നു, ഇവരെ തേനെടുക്കുന്നു, ഇവരെ നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത്തരത്തിൽ ഒരു കൂട്ടം തേനീച്ചകൾ അല്ലെങ്കിൽ ഒരു കടന്തൽ കൂട്ടമായിരുന്നു അൻവർ അടങ്ങുന്ന സംഘം. ആര്? അജിത് കുമാർ, അൻവർ, P ശശി അടങ്ങുന്ന സംഘം. ഈ അടങ്ങുന്ന സംഘത്തിന്റെ പിന്നെ ആ ആദായം എടുത്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെ ആയിരുന്നു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ ഒരു വേള ഇതിൽ ഒരു കടന്നൽ തിരിഞ്ഞു കുത്തി. ആ കടന്നലാണ് PV അൻവർ. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം, ഈ കടന്നലിന്റെ കഥ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ, അൻവറിന്റെ മറ്റൊരു വ്യക്തിത്വം കൂടെ ഉണ്ട്. അൻവർ ഇപ്പൊ ഈ പറയുന്നത് സാധൂകരിക്കാനായി ഒരു കള്ളം സത്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ട് കള്ളം പറയുന്ന ആളാണ്. ഒരു കാര്യം പറയുമ്പോൾ അതിൽ രണ്ട് കള്ളം കാണും. ഇതിൽ ഏതെങ്കിലും ഒരു കള്ളത്തിൽ അൻവർ തോന്നും. മനസ്സിലായില്ലേ? രണ്ട് കള്ളം വെച്ചുകൊണ്ടാണ് അയാൾ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഏതായാലും PV അൻവർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, MR അജിത് കുമാർ, ഈ ഒരു 3 പേരടങ്ങുന്ന കമ്പനിക്കിടയിലേക്കാണ് കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ പിന്നെ ഇപ്പോൾ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നീ ആവണം എന്ന് പറഞ്ഞ പോലെ ശശിയെ ഫോൺ ചെയ്ത്, പാർട്ടിക്ക് സമ്മേളനത്തിന് പോലും ശശിയെ വിളിച്ചിട്ട്, ശശി P ശശി നീ കയറി പോകുന്നേരെ, ഓരിങ്ങ് വരാൻ പറഞ്ഞേരെ, ഓർക്ക് ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഓരിപ്പോൾ ബ്രാഞ്ചിലില്ലയോ, ഓരെ നമ്മളിപ്പോൾ ഏരിയ കമ്മിറ്റിയും കടന്ന് ജില്ലയിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്, ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ എന്ന് P ശശി മുഖ്യമന്ത്രിയോടൊപ്പം അവിടെ വന്നോ, ഈ അദ്ദേഹത്തിൻ്റെ നോർത്ത് ബ്ലോക്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിനടുത്ത് എന്ന് എത്തിയോ അന്ന് മുതൽ. കാര്യം നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് നിൽക്കുവാണ്. ഞാൻ, പ്രജിത, നമ്മളെ ഏതെങ്കിലും ഒരു സുഹൃത്ത്, നമ്മൾ 3 പേരുടെ, ഈ 3 പേര് അടങ്ങുന്ന ഒരു കെമിസ്ട്രിയിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴായിരിക്കും 4ാമത് ഒരുത്തനെ ഇതിനകത്തോട്ട് കയറ്റിവിടുന്നത്. ഈ 4ാമത് ഒരുത്തം വരുന്ന ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അയാളങ്ങ് മാറി അങ്ങ് പോകും. അതിനൊരു കെമിസ്ട്രി എന്ന് പറയുന്നൊരു സാധനം. അങ്ങനെ ഈ കെമിസ്ട്രി യോജിക്കാതെയാണ് ബഹുമാനപ്പെട്ട അൻവർ അങ്ങ് മാറിയത്. അപ്പോൾ ഇതിൽ പറയാനെന്നുള്ളത്, ഇത് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, പ്രിയങ്ക വന്നാൽ വരേണ്ടതുണ്ടോ എന്ന് ഇവർ പറയുന്നതാണ്. പ്രിയങ്ക വരുമെന്നുള്ളത്, വന്നാൽ വന്നെന്ന് പറയാം. കാര്യം KC വേണുഗോപാലിന് വീഴ്ച പറ്റിയൊരു ഇലക്ഷനാണ്. കാര്യം KC വേണുഗോപാലിന് കോംപ്രമൈസ് ചെയ്ത് അൻവറിനെ കൂടെ നിർത്താമായിരുന്നു, വീഴ്ച പറ്റി. കോൺഗ്രസിന് വീഴ്ച പറ്റി. PV അൻവർ 15,000 വോട്ട് കൊണ്ടുപോകുന്നു. അല്ല, PV അൻവറിനെ ഇവർ പത്രിക പിൻവലിപ്പിക്കുന്നു എങ്കിൽ പ്രിയങ്ക വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പിണറായി വിജയന് അവിടെ ക്യാമ്പടിച്ച്, സംസ്ഥാനത്ത് ജോലിയൊന്നും നടക്കില്ല, എല്ലാം ഇനി ശശി സാറായിരിക്കും അവിടെ ചെയ്യേണ്ടി വരിക. ഇദ്ദേഹം ഇവിടെ ക്യാമ്പടിച്ച് നിൽക്കേണ്ടി വരും. കാര്യം മരുമകനെതിരെ ആരോപണമുണ്ട് അൻവറിൻ്റെ, P ശശിക്കെതിരെ ആരോപണമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുണ്ട്. വോട്ട് കിട്ടിയില്ലെങ്കിലും നാറ്റിക്കാനായിട്ട് അൻവർ ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്.